മെസ്സിയും അർജന്റീന ടീമും കേരളത്തിൽ കളിക്കില്ലെന്ന് സ്ഥിരീകരിച്ചതോടെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. സാധാരണക്കാരുടെ നികുതി പണം കൊണ്ട് മെസ്സിയുടെ പേരിൽ കായികമന്ത്രി വിദേശ രാജ്യങ്ങളിൽ കറങ്ങിയെന്ന് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസ് ആരോപിച്ചു. സ്പോൺസറുടെ ഇടപാടുകളിൽ ദുരൂഹതയുണ്ടെന്ന് കോൺഗ്രസ് ആരോപിച്ചു. അർജന്റീൻ ടീമിനെ കേരളത്തിലെത്തിക്കാൻ സ്പോൺസറെ എങ്ങനെ തീരുമാനിച്ചുവെന്നും എന്തായിരുന്നു മാനദണ്ഡമെന്നും യൂത്ത് ലീഗ് നേതാവ് പി.കെ. ഫിറോസ്. മെസ്സി വരും എന്ന് പറഞ്ഞ് പ്രചാരണം നടത്തി പറ്റിച്ചെന്നും പി.കെ. ഫിറോസ്. വരാത്തൊരാൾ ഇങ്ങനെ വരുന്നു എന്നൊരു പ്രചരണം നടത്തിയത് എന്തിനാണ്? മെസ്സി വരാനുള്ള ഒരു ശ്രമവും സംസ്ഥാന സർക്കാരോ സ്പോൺസറോ ഒന്നും നടത്തിയിട്ടില്ല. മെസ്സിയെ കൊണ്ടുവരുന്നു എന്ന മറവിൽ ഒരു വലിയ ഉഡായിപ്പ് ഇവർ നടത്തിയിട്ടുണ്ട്. മെസ്സിയെ കൊണ്ടുവരുന്നു എന്നതിന്റെ മറവിൽ നടത്തിയത് വലിയ ഉഡായിപ്പെന്നും വിമർശനം. 139 കോടി രൂപ അങ്ങോട്ട് അയച്ചിട്ടുണ്ടോ? എങ്കിൽ ആ പണം ഏത് പണമാണ്? സർക്കാർ നടത്തിയ അഴിമതിയുടെ പണമാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റേതെങ്കിലും കള്ളപ്പണമാണോ? കായിക മന്ത്രിയോട് 15 ചോദ്യങ്ങളുമായി കോൺഗ്രസ് വക്താവ് ഡോക്ടർ ജിൻഡോ ജോണും രംഗത്തെത്തി. GCDയും സർക്കാരും സ്പോൺസറും തമ്മിൽ എന്തെങ്കിലും കരാറുണ്ടോ, അത് പരസ്യമാക്കാൻ തയ്യാറുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളാണ് ജിൻഡോ ജോൺ ഉന്നയിച്ചത്. മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിൽ കൊണ്ടുവരുമെന്ന് ഔദ്യോഗിക ഉറപ്പില്ലാതെ കല്ലൂർ സ്റ്റേഡിയത്തിൽ ചെലവഴിച്ച പണത്തിന്റെ ബാധ്യത ആര് വഹിക്കുമെന്നും ജിൻഡോ ജോണിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. 24 പ്രതിനിധി സമീർ ബിൻ കരീമിനെ വിമർശിച്ച മന്ത്രി വി അബ്ദുറഹ്മാന്റെ പ്രസ്താവന കേരളത്തിലെ കായിക പ്രേമികളോടുള്ള വെല്ലുവിളിയെന്നും ജിൻഡോ ജോൺ കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.